ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടൊരു ഹൽവയാണ്. ക്യാരറ്റ് എല്ലാം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് 100 ഗ്രാം പൊരിക്കടലയാണ്. പൊരിക്കടല നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. പൊരിക്കടല ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. അതൊരു 100 ഗ്രാമാണ്. പഞ്ചസാര ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 7-8 ഏലക്കായും വേണം. ഇത് രണ്ടും നമുക്കിനി ഒന്നിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊരിക്കടലയും പഞ്ചസാരയും ഏലക്കയും കൂടി ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നെയ്യിൽ കുറച്ച് കാഷ്നട്ട് വറുത്തെടുക്കാം. കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വരണം. കുറച്ചുകൂടി വഴറ്റിയെടുക്കാം. ക്യാരറ്റെല്ലാം ഇപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊരിക്കടലയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ 100 ഗ്രാം പൊരിക്കടലയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 100 ഗ്രാം പഞ്ചസാരയും. കുറച്ചായിട്ട് തട്ടി കൊടുക്കാം. ബാക്കി കൂടി തട്ടി കൊടുക്കാം. മധുരം നമുക്ക് നോക്കിക്കോണം. ചിലവർക്ക് അധികമായിട്ട് ഉണ്ടാവും. അപ്പോൾ മധുരം അനുസരിച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. തണുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുറച്ചെടുക്കുകയോ ലഡ്ഡു പോലെ ചെയ്യുകയോ ചെയ്യാം. ഹൽവ കൂട്ടെല്ലാം ഞാനിപ്പോൾ ഒരു ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.